എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും. ഹലോ ഹായ് നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ 1 മൈ ലൈഫ് ആണെങ്കിലും ഈവനിങ്ങിലൊരു കാഴ്ചയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിനായിട്ട് ഞാൻ തുളസി കതിരാണ് പറിച്ചിട്ടുണ്ടായത്. തുളസി പറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കട്ടം വെക്കിനുണ്ടാവും എന്നുള്ളത്. അങ്ങനെ തുളസി ഇട്ട് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ച് അതോടൊപ്പം തന്നെ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം. ആ ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കപ്പ എടുത്ത് വേവിക്കാനും വെച്ചിട്ടുണ്ട്. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയാണ്. ഉള്ളിയും അതുപോലെ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചൊരു ചമ്മന്തിയാണ്. പിന്നെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ആവശ്യത്തിനിട്ട് പിന്നെ നമ്മൾ നല്ലൊരു ഇലയും കൂടെ പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കൊടിയിലയും പറിച്ച് കൊണ്ടുവന്ന് ചായ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴേക്കും നമ്മുടെ കപ്പ വെന്ത് കിട്ടി. പിന്നെ കപ്പ നമുക്ക് കടുക് വറുക്കണം. ചില ആൾക്കാർ കടുക് വറുക്കാണ്ട് കഴിക്കും, പക്ഷേ കടുക് വറുത്ത് കഴിക്കുന്നത് സൂപ്പറാണ് കേട്ടോ. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതുപോലെ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കടുകൊക്കെ ഇട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച് കപ്പയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഈ ചമ്മന്തി എല്ലാം റെഡിയാക്കി. ഞാൻ ഒരു ചമ്മന്തി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ദോശയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ചമ്മന്തിയും കൂടിയാണ് ആഡ് ചെയ്തത്. പിന്നെ നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള കപ്പേൻ്റെ ചമ്മന്തിയും റെഡിയായി. പിന്നെ നല്ല അടിപൊളി മുളക് ചമ്മന്തിയും കൂടെ റെഡിയാക്കി. അതിനുശേഷം നമ്മൾ തീറ്റ മത്സരമായിരുന്നു. തീറ്റ മത്സരം എന്ന് പറഞ്ഞാൽ കപ്പ മോക്കും എനിക്കും ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കപ്പ തിന്നല മത്സരമായിരുന്നു. അവിടെ വെച്ചതേ ഓർമ്മയുണ്ടായിരുന്നു, തീർന്നതൊന്നും ഓർത്തതേ ഇല്ല കേട്ടോ. പെട്ടെന്നായിരുന്നു തീർന്നത്. ഇന്നത്തെ ഒരു ദിവസം അച്ഛൻ വീട്ടിലുണ്ടെങ്കിലും അച്ഛൻ കിടക്കുവാണ്, അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ ഇപ്പോൾ ഈവനിങ്ങിലൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല, ജെന്നിക്ക് എക്സാമാണ്. ആരാണ് ജനനി എന്ന് അറിയാത്തവർക്കായിട്ട് ചേച്ചിയുടെ മോളാണ്. അപ്പോൾ ജെന്നിക്ക് മോഡൽ എക്സാം ആയതുകൊണ്ട് തന്നെ അമ്മ ഇപ്പം പഠിപ്പിക്കാൻ അവിടെ പോവാറുണ്ട്. അപ്പോൾ രാത്രിയാണ് അമ്മ വരാറ്. അങ്ങനെ തിന്ന പാത്രമെല്ലാം കഴുകി വെച്ച് വെള്ളത്തിന് വേണ്ടി വെള്ളവും വെച്ച് അതായത് ചൂടുവെള്ളത്തിന് വേണ്ടി വെള്ളവും വെച്ച് പിന്നെ അടിച്ചൊക്കെ വാരി പിന്നെയുള്ള വലിയൊരു ടാസ്ക്കാണ് കേട്ടോ അലക്കിയതെല്ലാം മടക്കി വെക്കുക എന്നുള്ളത്. വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്, ഞാൻ വാഷിംഗ് മെഷീനിലാണ് മോളത് മൊത്തമായിട്ട് അലക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഒപ്പരിട്ട് അലക്കാറില്ലേ. പിന്നെ എന്നെ അലക്കാനും വീട്ടിൽ പല ജോലികളിലും എന്നെ ഹെൽപ്പ് ചെയ്യാറ് അരുണേട്ടനാണ് കേട്ടോ. എനിക്ക് വയ്യാതെ ആയാലോ അല്ലെങ്കിൽ എങ്ങനെയുണ്ടെങ്കിലും അരുണേട്ടൻ എന്നെ അലക്കാനാണെങ്കിലും എനിക്ക് പാത്രം കഴുകി തരാനാണെങ്കിലും പിന്നെ ഫുഡൊന്നും വെക്കാൻ അറിയില്ലാന്നേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. മോളെ കുളിപ്പിക്കാൻ എല്ലാത്തിനും ചെയ്യാറുണ്ട്. അതെനിക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം കുട്ടിക്കാലം മുതലേ അമ്മേനെ അച്ഛൻ ഹെൽപ്പ് ചെയ്ത് കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ അച്ഛനും അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ആ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ എൻ്റെ അരുണേട്ടന് കിട്ടിയിട്ടുണ്ട്. അരുണേട്ടൻ്റെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞ് വന്ന നമ്മുടെ ഭാര്യ അടിമയാണ് അല്ലെങ്കിൽ അടുക്കളപ്പണി മാത്രം എടുക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് അരുണേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ എന്നെ ഫ്രീ ആയിട്ട് വിടാറുണ്ട്. അങ്ങനെ സന്ധ്യ വിളക്കെല്ലാം കത്തിച്ച് അവിടെ ഒരു ഭക്തിഗാനം വെച്ച് അതിനുശേഷം മോൾക്ക് പാലില്ല എന്നുള്ള ഓർത്തത്. മോൾക്ക് മിൽമ പാൽ മാത്രം അങ്ങനെ വാങ്ങിക്കാറില്ല, നമ്മൾ പശുവും പാലാണ് വാങ്ങിക്കാറ്. ഇന്ന് പശുവും പാൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മിൽമ പാൽ വാങ്ങിക്കാൻ വേണ്ടി ഞാനും ഒരൊറ്റ ശബരിയിൽ പോയി. പിന്നെ വന്ന പാടൻ അമ്മ വരുമ്പോഴേക്കും നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒട്ടും വയ്യാത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള ശേഷിയൊന്നും എൻ്റെ ഈ ശരീരത്തിനില്ല കേട്ടോ. 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആണ്. അപ്പം ഞാൻ വേഗം മുട്ടയെടുത്ത് ഓംപ്ലേറ്റ് ആക്കി. പിന്നെ പുളിവെള്ളം പോലെ ഒരു സംഭവം ഉണ്ടാക്കി അച്ഛനമ്മയ്ക്കും ചോറിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് മുട്ടക്കറിയും ചപ്പാത്തിയും ആക്കി. ഈ മുട്ടക്കറിയും അച്ഛനമ്മയ്ക്ക് ചോറിന് കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നേ. അങ്ങനെ എല്ലാം സെറ്റായിട്ടോ. പറയാൻ മറന്നുപോയി, അവസാനം സീരിയലും കണ്ട് വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അതിന് മുന്നേ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. ഈ കണ്ടിന്യൂ ആയിട്ടുള്ള ഛർദി കാരണം വീട്ടുകാർ മൊത്തം പ്രഗ്നൻ്റ് ആണെന്നുള്ള ഡൗട്ട് ഉണ്ട്. പക്ഷേ കഫക്കെട്ട് ഓവർ ആയതുകൊണ്ടാണ് ഈ ഛർദിക്കുന്നത്. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം.